ഹായ് സ്റ്റുഡൻസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ റിസർച്ചിലേക്കും അതേപോലെ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ നൽകുന്ന പരീക്ഷയാണ് നമ്മുടെ നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് എക്സാമിലെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ ഔട്ടായിട്ടുള്ളത്. സോ ഈ വരുന്ന April 6 വരെയാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ടൈം. അവിടുത്തെ ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമുകളിലേക്കാണ് നമുക്ക് ഈ പറഞ്ഞ നെക്സ്റ്റ് എക്സാം വഴി നിങ്ങൾക്ക് എലിജിബിലിറ്റി കിട്ടുക. അപ്പോൾ എന്തൊക്കെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. സോ നെക്സ്റ്റ് എക്സാം വഴി നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാംസ്, അതായത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാംസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആനുവലി നിങ്ങൾക്ക് 60,000 റുപ്പീസിൻ്റെ സ്കോളർഷിപ്പ് ഉണ്ടാവും. അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി നൽകുന്ന സ്കോളർഷിപ്പാണ് ദിശ പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ. അതുമാത്രമല്ല നിങ്ങൾക്ക് സമ്മർ ഇന്റേൺഷിപ്പ് എടുക്കാൻ വേണ്ടി 20,000 റുപ്പീസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ എക്സാം ഈ പറഞ്ഞ നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് MS പ്രോഗ്രാം നിങ്ങൾ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിലും അബ്രോഡുള്ള പല യൂണിവേഴ്സിറ്റീസിലും ഡയറക്റ്റ് ഡോക്ടറൽ റിസർച്ചിന് വേണ്ടി എലിജിബിലിറ്റി കിട്ടുന്നതാണ്. അതേപോലെ ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് റിസർച്ച് പ്രോഗ്രാംസിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ നിങ്ങൾക്ക് ട്രെയിനി സയന്റിഫിക് ഓഫീസർ ആയിട്ടുള്ള ഡയറക്റ്റ് ഇന്റർവ്യൂ നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാം, നൈസർ എക്സാമിന്റെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കിട്ടും. അപ്പോൾ അത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോളേജും കൂടെയാണ്, അല്ലെങ്കിൽ കോഴ്സും കൂടെയാണ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സസ് ഇൻ നൈസർ എന്ന് നമുക്ക് പറയാം. ഇനിയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ആർക്കൊക്കെ നെക്സ്റ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതായത് നിങ്ങളുടെ +2 ലെവലിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയിൽ അറ്റ്ലീസ്റ്റ് 3 സബ്ജക്ട്സ് എങ്കിലും ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതുകൊണ്ടാണ് PCM, PCB കാൻഡിഡേറ്റ്സിന് നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. പിന്നൊരു കാര്യം, 12ാം ക്ലാസ് 2024 ഇറസ്പെക്റ്റീവ് ഓഫ് ദർ ഏജ് ലിമിറ്റ്സ് 2024, 2025 +2 പാസ്സായവർക്കും 2026 +2 റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കും, അതായത് +2 പാസ്സാവുന്നവർക്കുമാണ് എലിജിബിലിറ്റി ഉള്ളത്. പിന്നെ +2ന്റെ ടോട്ടൽ മാർക്ക് ക്രൈറ്റീരിയ എടുക്കുമ്പോൾ മൊത്തം സബ്ജക്ട്സ് എല്ലാം കൂടെ കൂട്ടി നിങ്ങൾക്ക് 60% മുകളിൽ മാർക്ക് വേണം. ജെയ്ക്കൊക്കെ 75% ആണ് ക്രൈറ്റീരിയ. പക്ഷേ നെക്സ്റ്റ് എക്സാമിന് നൈസറിലേക്കുള്ള എലിജിബിലിറ്റി 60% മാത്രമേ ഉള്ളൂ. അത് UR OBC EWS കാൻഡിഡേറ്റ്സിനാണ്. അതേസമയം SC ST PWD കാൻഡിഡേറ്റ്സിന് 55% എബോവ് ആണ് വേണ്ടത് അവിടുത്തെ മാർക്ക്. ഇനി എക്സാം ഡേറ്റ്, ഇറ്റ് ഇസ് എ 3-hour കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഈ വരുന്ന June 6 സാറ്റർഡേ ആണ് പരീക്ഷ നടത്തുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയാണ് നെക്സ്റ്റ് എക്സാമിൻ്റെതെന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ കാസർഗോഡ്, ലക്ഷദ്വീപിൽ കവരത്തി, പിന്നെ കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, ട്രിവാൻഡ്രം ആൻഡ് വയനാട്, ഇത്രയും സ്ഥലങ്ങളിലാണ് അവർ സെൻറ്റർ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞു ഒരു 3-hour ഡ്യൂറേഷൻ ഒരു എക്സാം ആണെന്ന് പറഞ്ഞു. അവിടെ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജീൻ്റെ MCQ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതും 20 ക്വസ്റ്റ്യൻസ് പെർ സെക്ഷൻസ് ആയിരിക്കും. അതിലൊരു ചോദ്യം ശരിയാക്കിയ +3 മാർക്കും, ഒരു ചോദ്യം തെറ്റിച്ചാൽ -1 മാർക്കുമാണ്. അൺഅറ്റൻഡ് ആണെങ്കിൽ 0 മാർക്കായിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ഇപ്പോൾ PCMBയിൽ നിങ്ങൾ സ്കോർ ചെയ്യുന്ന, ഇപ്പോൾ 4 സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഏറ്റവും മാക്സിമം സ്കോർ ചെയ്യുന്ന 3 സബ്ജക്ട്സ് ആയിരിക്കും അവർ കൂടുതലും റാങ്ക് ലിസ്റ്റിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ അവർ സെലക്ട് ചെയ്യുക. അപ്പം അതും ശ്രദ്ധിക്കണം. പിന്നെ വെബ്സൈറ്റ് ആണ്. വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.nestexam.in ആണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഈ January 5 ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ വരുന്ന April 6 വരെയാണ് ശരിക്കും രജിസ്ട്രേഷൻ ഉണ്ടാവുക. അതിൽ തന്നെ UR OBC കാൻഡിഡേറ്റ്സിന് 1,400 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും SC ST PWD കാൻഡിഡേറ്റ്സിനും 700 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ പറഞ്ഞു, നൈസറിൻ്റെ ഭുവനേശ്വർ ക്യാമ്പസിലും അതേപോലെ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയിലുമായിട്ടാണ് നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാംസ് ചെയ്യാൻ സാധിക്കുക. അതിൽ 202 സീറ്റുകൾ നൈസറിലാണ്. UMൽ ബാക്കി 59 സീറ്റുകളും. ഇത്രയും ടോട്ടൽ സീറ്റുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇനി എക്സാം സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ സാധാരണ എൻട്രൻസ് എഴുതുന്നത് നിങ്ങളുടെ +1, +2 CBSE കരിക്കുലം, ഏറ്റവും ന്യൂവസ്റ്റ് ആയിട്ടുള്ള CBSE കരിക്കുലം ബേസ്ഡ് ആയിട്ടുള്ള 11ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി NCERT ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് എക്സാം സിലബസ് ആയിട്ട് വരിക. സോ എക്സാം പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ഇനിയും മാസങ്ങളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ +2 എക്സാമും +1 എക്സാമും പഠിച്ച് ഒന്ന് റെഡിയായി NCERT ഫോളോ ചെയ്ത് വന്ന്, നമ്മുടെ നൈസറിൻ്റെ വെബ്സൈറ്റിൽ തന്നെ PYQസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആ ഒരു പാറ്റേണിൽ കൂടുതൽ ചോദ്യങ്ങൾ MCQs ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നൈസർ എക്സാംസ്, ദാറ്റ് ഈസ് നെക്സ്റ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനിയും എക്സാം റിലേറ്റഡ് ഉള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. All the best and thank you so much.